ഈ ദർസിന്റെ യഥാർത്ഥമായ തുടക്കം കേരളക്കരയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് റഹിമഹുല്ലാ. പൊന്നാനിയിൽ വളക്കത്തിരിക്കുക എന്നാണ് പറയാ. ഇന്നിപ്പോ ഒരു കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് ഓരോ ബിരുദങ്ങൾ പറയും. ഫൈളി, സഖാഫി, ദാരിമി, ഹുദവി ഒക്കെ പറയും. അന്ന് പറഞ്ഞിരുന്ന വാക്ക് പൊന്നാനിയിലെ വളക്കത്തിരുന്ന ആള് എന്നാണ് പറയാ. വലിയൊരു വളക്ക്, അതിന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കൂട്ടായ പഠനം. അന്ന് ഇന്നത്തെ മാതിരി വലിയ കോളേജോ പരിപാടിയോ ഒന്നുമില്ല. അപ്പൊ അതാരാ? അത് പൊന്നാനിന്ന് വളക്കത്തിരുന്ന് വന്ന ആളാണ്, അവിടുന്ന് പാസ്സായത്. അത് സൈനുദ്ദീൻ മഖ്ദൂമാണ്. മഹത്തുക്കളായ മഖ്ദൂമുമാരാണ് അവര്. കേരളത്തിൽ ഇൽമിന്റെ വലിയ നായകന്മാരാണ്. അവരാണ് ഈ ദർസ് സമ്പ്രദായം ഈ രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. അത് പിന്നീട് പരന്നു. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. പൊന്നാനിയിൽ ഉസ്താദുമാരെ പറഞ്ഞേക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പലയിടത്തും ഖാദിമാരായി മാറിയത്. അത് മഖ്ദൂമുമാരെന്ന് പറഞ്ഞാൽ അവർ കേരളക്കരയിൽ ഇൽമിന്റെ ഏറ്റവും വലിയ നായകനും. അപ്പൊ ദർസിനെ നമ്മൾ ഓർക്കുമ്പോ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം, അവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. റഹ്മഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അവരിലൂടെയാണ് കേരളക്കരയിൽ ഇൽമു പരന്നത്. കടല് കടന്നു പോയിട്ട് ഇൽമു പഠിക്കുക. അത് ചെയ്ത ആദ്യത്തെ മലയാളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീറിന്റെ പൗത്രൻ, പേരക്കുട്ടി മഖ്ദൂം രണ്ടാമനാണ്. ആ രണ്ടാമനാണ് ഫത്ഹുൽ മുഈൻ എഴുതിയത്. ആ രണ്ടാമനാണ് വളരെ പ്രശസ്തനായി വളർന്നു വന്ന് മാഹിയിലെ കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഓർക്കാനൊരു അവസരമുണ്ടായി.